എവ്രിവൺ. അപ്പോൾ നമ്മുടെ 5th സെമസ്റ്ററിലെ ഒരു മെയിൻ സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല. കാരണം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബേസിക്സ് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് വേറൊരു ഉപകാരമുണ്ട്. നമുക്ക് 6th സെമ്മിലേക്ക് പോകുമ്പോൾ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ബേസ് നല്ല രീതിയിൽ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത സെമ്മിലും അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കൺസെപ്റ്റുകളാണ് ഇതിൽ പറയുന്നത്. കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻകം ടാക്സ് എന്നുള്ളൊരു വേർഡിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ആണല്ലോ. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ്, അല്ലെങ്കിൽ ആദ്യം തന്നെ എന്താണ് ടാക്സ് എന്ന് പറയാം. ടാക്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ചാർജാണ്. അതായത് ഒരു സ്റ്റേറ്റിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റേറ്റിൽ എന്തുണ്ടാവും, അവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് സ്കൂൾസ് വേണം, റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, എംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് പബ്ലിക് എക്സ്പെൻഡിച്ചറുകളുണ്ട്. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ ആരാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്? ഒരു സ്റ്റേറ്റിന് വേണ്ടി അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഗവൺമെൻറ് ആണ് അല്ലേ. ഈ ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് ഇതിനുള്ള റവന്യൂ കിട്ടുന്നത്? ഗവൺമെൻറ്റിന് ഇതൊക്കെ നമുക്ക് വെറുതെ ചെയ്തു തരാനായിട്ട് പറ്റുമോ? ഇല്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? അത് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റവന്യൂ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു റവന്യൂവിലെ പ്രധാന സോഴ്സാണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് ആണ്. ടാക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ആരുടെ? ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? ഒരു ഹാൻഡ് കൊണ്ട് ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുന്നു. എന്നിട്ട് മറ്റൊരു ഹാൻഡ് കൊണ്ട് എന്താണ് ചെയ്യണത്? ഗവൺമെൻറ് നമുക്ക് വേണ്ടി തന്നെ, പബ്ലിക്കിന് വേണ്ടി തന്നെയുള്ള എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് നമുക്ക് വേണ്ടിയിട്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെയ്യാനായിട്ട് റവന്യൂ വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യണത്? ഒരു ഫിനാൻഷ്യൽ ചാർജ് ഇമ്പോസ് ചെയ്യാണ് ചെയ്യണത്. ആ ഒരു ചാർജിനെയാണ് നമ്മൾ ടാക്സ് എന്ന് വിളിക്കുന്നത്. ആരുടെ മേളിൽ? പബ്ലിക്കിൻ്റെ മേളിൽ. ഓക്കെ ആയില്ലേ? അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടാക്സ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ടാക്സിന് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. ടാക്സിനെ 2 രീതിയിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഏതൊക്കെ ടാക്സുകളാണ്? ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ടാക്സസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഈ ഒരു ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോണ ഇൻകം ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് GST. അത് നമ്മൾ അടുത്ത സെമ്മിൽ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ടാക്സിനെ പറയുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആണ് ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോണ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ത്? GST. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അത് നോക്കാൻ പോവാണ്. നെക്സ്റ്റ്, എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന്, അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഓരോന്നും അത് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ടാക്സിലെ ഫസ്റ്റ് വൺ എന്താണ്? പേയറും സഫററും സെയിം ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു ഡയറക്റ്റ് ടാക്സിൽ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. എനിക്ക് നല്ലൊരു സ്ഥലത്ത് ജോലിയൊക്കെ ഉണ്ട്. ഞാനൊരു ബിസിനസ് വുമൺ ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് സമ്പാദിക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ട്. അപ്പോൾ എന്നോട് ഗവൺമെൻറ് പറയാണ്, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻകത്തിന് ഇത്ര % ഓഫ് ടാക്സ് നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാനാണ് എന്ത് ചെയ്യേണ്ടത്? അടയ്ക്കേണ്ടത്. ടാക്സിലേക്ക് ഞാൻ അടയ്ക്കണം. ആ ഒരു എത്രയാണോ എമൗണ്ട് എന്ന് പറയുന്നത് അത് ഞാൻ അടയ്ക്കണം. അപ്പോൾ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പേ ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അത് സഫർ ചെയ്യുന്നത് അല്ലേ. അതായത് രണ്ടും എൻ്റെ മേൽ തന്നെയാണ് ടാക്സ് വന്നിരിക്കുന്നത്. ഞാൻ തന്നെയാണ് അത് ആരിലേക്ക് അടയ്ക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ അവിടെ
പേയറും സഫററും ആര് തന്നെയാണ്? സെയിം തന്നെയാണ്, സെയിം പേഴ്സൺ തന്നെയാണ്. അടയ്ക്കുന്നതും സെയിം പേഴ്സണാണ്, ആ ഒരു ടാക്സിൻ്റെ ഇത് സഫർ ചെയ്യുന്നതും സെയിം പേഴ്സൺ തന്നെയാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ പേയറും സഫററും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങുന്നു, ഏതെങ്കിലും ഒരു പേന ആയിക്കോട്ടെ. ആ പേന വാങ്ങുമ്പോൾ അതിലെന്തുണ്ടായിരിക്കും? ആ ഒരു GSTയുടെ എമൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് ഉണ്ടായിരിക്കും. നമ്മളപ്പോൾ അത് നേരിട്ട് ആ ഒരു പേനയുടെ ടാക്സ് നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണ്ടോ? ഇല്ലാല്ലേ. നമ്മൾ ആ പൈസ എത്രയാണോ പറയണത്, ഇപ്പോൾ 5 രൂപയാണെന്നുണ്ടെങ്കിൽ 5 രൂപ നമ്മൾ കടക്കാരന് കൊടുക്കണം. പിന്നെ അത് ഷോപ്പ് കീപ്പർ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പേനയുടെ മാനുഫാക്ചർ തന്നെ ആയിരിക്കാം ടാക്സ് അടയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പേയറും സഫററും സെയിം ആണോ? അല്ല. പേ ചെയ്യണ നമ്മളാണ്, പക്ഷെ സഫർ ചെയ്യുന്നത് മറ്റൊരാളാണ്. അപ്പോൾ പേയറും സഫററും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അടുത്ത ഡിഫറൻസ് ആണ് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് ഒരു പേഴ്സൻ്റെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻകം ബേസ്ഡ് ആണോ? അല്ല, അത് സപ്ലൈ ബേസ്ഡ് ടാക്സ് ആണ് കേട്ടോ. പിന്നെ ഡയറക്റ്റ് ടാക്സിൽ അടുത്തതാണ് റേറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇൻകമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, വേരി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റേറ്റ്സ് അവിടെ എന്തല്ല, സെയിം അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിലോ റേറ്റിൽ ഒരു ഡിഫറൻസും ഇല്ല, എല്ലാവർക്കും സെയിം റേറ്റ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഡയറക്റ്റ് ടാക്സിൽ പറയുന്നതാണ് എൻറ്റയർ ടാക്സ് ഗോസ് ടു സെൻട്രൽ ഗവൺമെൻറ്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ടാക്സ് എല്ലാം തന്നെ എങ്ങോട്ടാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പോവുക. ഇൻഡയറക്റ്റ് ടാക്സിൽ പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും. അത് ഏത് റേറ്റിലൊക്കെ ആണെന്നുള്ളത് നമ്മൾ അടുത്ത സെമ്മിൽ പഠിക്കും. അപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിനും പോവും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പോവും. ഡയറക്റ്റ് ടാക്സിൽ പിന്നെയുള്ള കാര്യം, പ്രീവിയസ് ഇയറിലെ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ ടാക്സിബിൾ ആക്കുക. അതായത് ഒരു പേഴ്സൻ്റെ കഴിഞ്ഞ വർഷത്തെ മൊത്തം ഇൻകം ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് നമ്മൾ ഈ വർഷമായിരിക്കും അയാളുടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവുക, കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രീവിയസ് ഇയറിലെ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ മേടിക്കുന്നുണ്ടാവുക. എന്നാൽ പിന്നെ ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ടേം ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ, അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല. ഇനി ഡയറക്റ്റ് ടാക്സിൻ്റെ മെയിൻ ബോഡി, അതായത് ഡയറക്റ്റ് ടാക്സിന് ആ ഒരു കൺട്രോളൊക്കെ ചെയ്യുന്ന മെയിൻ ബോഡി എന്ന് പറയുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന് CBEC, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആയിരുന്നു ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ നിയമം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്താണ് CBIC എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സിന് ഒരു പ്രോഗ്രസീവ് നേച്ചറാണ്, അത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു ഇൻകം ഇതാവുന്നത് അനുസരിച്ച്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന് റിഗ്രസീവ് നേച്ചറാണ്, പുരോഗമനമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു നേച്ചറാണ് ആർക്ക്? ഇൻഡയറക്റ്റ് ടാക്സിന്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇന്ന് അധികമൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ടാക്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ടാക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫിനാൻഷ്യൽ ചാർജാണ് ഗവൺമെൻറ് പബ്ലിക്കിന് മേലെ ഇമ്പോസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഗവൺമെൻറ്റിന് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സിലാണ് നമ്മുടെ ഇൻകം ടാക്സ് വരുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ഫുൾ സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്താണ് വരുന്നത്? GST ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത്? ഡയറക്റ്റ് ടാക്സിൽ പേയറും സഫററും സെയിം ആണ്, ഇൻഡയറക്റ്റിൽ പേയറും സഫററും ഡിഫറെൻ്റ് ആണ്. ഡയറക്റ്റ് ടാക്സ് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് സപ്ലൈ ബേസ്ഡ് ടാക്സ് ആണ്. അതുപോലെ തന്നെ റേറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടെ റേറ്റ്സിന് ഒരു ഡിഫറൻസും ഇല്ല. എൻറ്റയർ ടാക്സ് എങ്ങോട്ടാണ് പോണത്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പോണത്. ഇവിടെ സെൻട്രലിനും അതുപോലെ തന്നെ സ്റ്റേറ്റിനും പോകുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിലെ ടാക്സ് അസസ്മെൻറ്റ് ഇയറിലാണ് ഡയറക്റ്റ് ടാക്സിൽ കിട്ടുക. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ അങ്ങനെ ഒരു പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സിൽ CBDT ആണ് കാര്യങ്ങൾ നോക്കുന്നത്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ്. പ്രോഗ്രസീവ് നേച്ചറാണ് ഡയറക്റ്റ് ടാക്സിനുള്ളത്, റിഗ്രസീവ്
നേച്ചറാണ് ഇൻഡയറക്റ്റ് ടാക്സിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം ഇങ്ങനെ എടുത്താൽ മതിയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതായത് ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, സ്പീഡ് കൂടുന്നുണ്ടോ, നിങ്ങൾക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. മനസ്സിലാവണില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അതല്ല ഇതുപോലെ തന്നെ എടുത്ത് പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യട്ടോ.